ഇന്നലെ നമ്മുടെ നാട്ടിൽ അഖിലേന്ത്യാ പണിമുടക്കായിരുന്നു. ഞാൻ എൻ്റെ ഡൽഹിയിലുള്ള ഒരു സുഹൃത്തിനെ വേറൊരു കാര്യം സംസാരിക്കുന്നതിന് വേണ്ടി വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, വീട്ടിലായിരിക്കും ഇല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി എന്നോട് ചോദിക്കുന്നു, എന്താണ് കാര്യം എന്ന് ചോദിക്കുന്നു. വളരെ സീരിയസ് ആയി. പുള്ളി ആക്ഷേപിക്കാൻ വേണ്ടിയോ ട്രോളാൻ വേണ്ടിയോ ചോദിച്ചതല്ല. അപ്പം ഞാൻ പറഞ്ഞല്ല, അപ്പോൾ അവിടെ പണിമുടക്കും ബന്ധമൊന്നുമില്ലേ? ഒന്നുമില്ല, ഇവിടെ വളരെ നോർമലാണ്. അപ്പം ഞാനൊരു കൗതുകത്തിന് പിന്നീട് നോർത്ത് ഇന്ത്യയിലുള്ള കുറേ ഫ്രണ്ട്സിനെ വിളിച്ചു. അവർക്കാർക്കും ഈ പണിമുടക്ക് പോലും എന്തെന്ന് പോലും അറിയില്ല എന്നതാണ് ഒരു സ്ഥിതിവിശേഷം. എൻ്റെ പ്രിയപ്പെട്ട ഇതിന് ആഹ്വാനം ചെയ്യുന്ന അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ നേതാക്കളെ, നിങ്ങൾ തന്നെയും പിന്നെയും ബുദ്ധിമുട്ടിക്കുന്നതും പ്രതിസന്ധിയിലാക്കുന്നതും കച്ചവടമില്ലാതാക്കുന്നതും ഓട്ടോക്കാരനെ പ്രയാസപ്പെടുത്തുന്നതും രാഷ്ട്രീയം പഠിപ്പിക്കുന്നതും ആഗോള കരാർ പഠിപ്പിക്കുന്നതും ഒക്കെ ആകെ ഒരു ഷോള് കഴിയിട്ടിരിക്കുന്നത് പോലെ കഴിയിട്ടിരിക്കുന്ന കേരളത്തിന് മാത്രം മതിയോ? ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും വേണ്ടേ? നിങ്ങൾ ഒന്നെങ്കിൽ ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇതിനോട് ആത്മാർത്ഥമായി ഈ കോസിനോട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ബാക്കി സംസ്ഥാനങ്ങളിലൂടെ പോയി പ്രവർത്തിക്കണം. അവിടെയുള്ളവരെ കൂടി ഉത്ബുദ്ധരാക്കണം. എന്ന് മാത്രമല്ല, കുറഞ്ഞപക്ഷം ഈ പണിമുടക്ക് ദിവസം നിങ്ങളൊരു 100 പേരെങ്കിലും എന്ന് പറഞ്ഞാൽ ഈ ആഹ്വാനം ചെയ്യുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കള് ആ സംസ്ഥാനങ്ങളിൽ പോയി റോഡിന്റെ നടുവിലിരുന്ന് ഒരു തടസ്സമെങ്കിലും സൃഷ്ടിച്ച് അറസ്റ്റ് വരിച്ച് അവിടെ ഒരു ചെറിയ കോളം ന്യൂസെങ്കിലും വരുത്തണ്ടേ? വേണ്ടേ? ഞാനൊരു പണിമുടക്ക് വിരുദ്ധനൊന്നുമല്ല. പണിമുടക്കിന്റെ ന്യായമായ കാരണങ്ങളെ ഞാൻ എതിർക്കുന്നുമില്ല. പക്ഷേ ഈ പണിമുടക്കെന്ന പേരിൽ കേരളത്തിലുള്ള ഇട്ടാവട്ടത്തിലുള്ള കുറച്ച് മനുഷ്യരെ ഇട്ട് കഷ്ടപ്പെടുത്തുകയും അവരുടെ കച്ചവടവും അവരുടെ തൊഴിലും അവരുടെ ബാക്കി മേഖലകളും ഒക്കെ സ്തംഭിപ്പിക്കുന്നത് കൊണ്ട് രാജ്യത്ത് വലിയ മാറ്റമുണ്ടാകും എന്ന് വിചാരിക്കുന്ന വിഡ്ഢികളല്ലല്ലോ നിങ്ങൾ. യഥാർത്ഥത്തിൽ പിന്നെ എന്തിനാ നിങ്ങളിത് ചെയ്യുന്നത്? എന്നാ പിന്നെ കേരള പണിമുടക്കെന്ന് പറഞ്ഞൂടെ? എന്തിനാണ് അഖിലേന്ത്യാ പണിമുടക്കെന്ന് പറയുന്നത്? എന്ത് കാര്യത്തിനാണ്? ഒന്നെങ്കിൽ പറയുന്ന നിങ്ങൾക്കൊരു ആത്മാർത്ഥത വേണം, അല്ലെങ്കിൽ ഇത് മനസ്സിലാകുന്ന ജനങ്ങളോടാണ് നിങ്ങൾ പറയുന്നതുള്ളതുകൊണ്ട് ആ പേരെങ്കിലും മാറ്റിയിടാൻ തയ്യാറാകണം. എന്ന് വെച്ചാൽ സത്യത്തിൽ കേരളത്തിലല്ലാതെ കാര്യമായി, പിന്നെ തമിഴ്നാട്ടിലും അങ്ങനെ ചില സംസ്ഥാനങ്ങളിലല്ലാതെ കാര്യമായി ഒരു സ്ഥലത്തും ഇത് ജനങ്ങൾ അറിഞ്ഞതുപോലും ഇല്ല. അവർ പണിമുടക്കുന്ന പോട്ടെ, അവരെ ഒന്ന് അറിയിക്കാനൊരു ശ്രമമെങ്കിലും നടത്തണ്ടേ? ഒരു ആത്മാർത്ഥമായ ശ്രമം. അതിനെന്തെങ്കിലും പ്രചാരവേല ചെയ്യണമെങ്കിൽ ചെയ്യണ്ടേ? സത്യം പറഞ്ഞാൽ ഈ കേരളത്തിൽ കിടന്ന് ഈ പ്രസ്താവന ഇറക്കുകയും അഭ്യാസം ഇറക്കുകയും അങ്ങനെ ചെയ്യും, വളയും തിരിക്കും പിടിക്കും, പാർലമെന്റ് പൊളിച്ചെടുക്കും എന്നൊക്കെ പറയുന്നത് ചുമ്മാ വെറും കാര്യമില്ലാതെ ഈ നമ്മളെ ആരൊക്കെയോ ആണെന്ന് ബോധ്യപ്പെടുത്താനും അവരുടെ സ്ഥാനവും അതുമൊക്കെ സംരക്ഷിച്ച് മുന്നോട്ട് പോകാനും വേണ്ടി മാത്രമാണെന്നൊരു തോന്നലാണ് ഈ പണിമുടക്കൊക്കെ കൊണ്ടുണ്ടാവുന്നത്. ഇനി ഈ പ്രചാരവേലയൊന്നും കൊണ്ട് ജനങ്ങളിലേക്ക് എത്താൻ പറ്റില്ല. ഒന്നെങ്കിൽ ആ പണിമുടക്കിന് ആവശ്യമായിട്ടുള്ള പ്രചാരവേലകൾ അതത് സംസ്ഥാനങ്ങളിൽ നടത്തണം. അതിനുള്ള സംവിധാനം വേണം. ഇതൊന്നുമില്ല. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തിനോട് സംസാരിക്കുമായിരുന്നു. അവന്റെ പിതാവ്, എൻ്റെ ഫിറോസിന്റെ പിതാവ് മാവൂർ ഗോളി റയോൺസിലാണ് പ്രവർത്തിച്ചത്. ഞാൻ അത്ഭുതപ്പെട്ടുപോയി. 1970-75കളിൽ നിങ്ങൾ ഓർക്കേണ്ടത് പാല്, മുട്ട അടക്കമുള്ള ഭക്ഷണ സാധനങ്ങൾ, എല്ലാ ജീവനക്കാർക്കും ക്വാർട്ടേഴ്സ്, 1 മുതൽ 10 വരെ പഠിക്കാൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂള് ഈ സ്ഥാപനത്തിലെ മക്കൾക്ക്. പിന്നെ അതുകൂടാതെ അവനേക്കാൾ വളർന്നു കഴിഞ്ഞാൽ, ഇപ്പോ ഗ്രാജുവേഷനോ ആ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരെ കോളേജുകളിൽ കൊണ്ടുവിടാനും വിളിച്ചുകൊണ്ടുവരാനും വാഹനം, ബസ്സിൽ കൊണ്ടുവിടും, തിരിച്ചു വിളിച്ചുകൊണ്ടുവരും. കംപ്ലീറ്റ് കോഴിക്കോട് ടൗണിലുള്ള എല്ലാ ആശുപത്രിയിലും ആരോഗ്യ ചികിത്സ പൂർണ്ണമായും ഫ്രീ, മെഡിസിൻ ഫ്രീ. ആ മെഡിസിൻ ഫ്രീ എന്ന് പറഞ്ഞാൽ അവിടെ മെഡിസിൻ ഇല്ലെങ്കിലും ബൂസ്റ്റ്, ബോൺവിറ്റ, ഹോർലിക്സ് തുടങ്ങിയ സംഗതികൾ ഫ്രീ. ഈ ഫ്ളാറ്റിൽ വൈദ്യുതി ചാർജ്, ബാക്കിയുള്ള എല്ലാ സംഗതികളും ഫ്രീ, വെള്ളം എല്ലാം ഫ്രീ. ആ വ്യവസായിയെയും നമ്മൾ മലിനീകരണത്തിന്റെ പേര് പറഞ്ഞ് എല്ലാവരും കൂടി കൂട്ടത്തോടിറങ്ങി സമരം നടത്തി ഇവിടുന്ന് കെട്ടിച്ച് പൂട്ടിച്ചു പോയി. എന്നാ ഇത് 1975-80 കാര്യമാണ് പറയുന്നത്. അന്ന് കേരളത്തിൽ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വീടുകളിൽ ഭക്ഷണമില്ല. എല്ലാവരും കോണാനും ചുറ്റിക്കൊണ്ട് നടക്കുന്ന കാലത്താണ് ഈ സംവിധാനങ്ങൾ കൊടുത്തത്. അപ്പോ ഇനി ട്രേഡ് യൂണിയൻ പ്രവർത്തനം എന്ന് പറയുന്നത് ഇതുപോലെ ആരെങ്കിലും വരട്ടാനും ഇങ്ങനെ കബളിപ്പിക്കാനും ഏതെങ്കിലും ഈ ഒരു ചെറിയ സ്ഥലത്ത് നടത്തുന്ന ഒരു ഇട്ടാവട്ട പരിപാടിയാക്കിയുള്ള നാടകമാക്കി അവസാനിപ്പിച്ച് എല്ലാ നേതാക്കളും വളരെ സുഖകരമായി കുടുംബത്തോടൊപ്പം രാവിലെ 10 മണിക്ക് ആചാരവെടി പോലെ 15 മിനിറ്റ് ജംഗ്ഷനിൽ കൂടെ നടന്നിട്ട്
നല്ല സുഖമായി കഴിയുകയും ചെയ്തിട്ട് ബാക്കി സംസ്ഥാനങ്ങളിലെ ജനങ്ങളൊന്നും അറിയാതിരിക്കുകയും ഇവിടെയുള്ളവരെ അഖിലേന്ത്യാ പണിമുടക്ക് പറയുകയും ചെയ്യുന്നത് ഭയങ്കര കഷ്ടമാണ്. സത്യം കഷ്ടമായതുകൊണ്ട് പറഞ്ഞതാണ്.